വളരെ സന്തോഷത്തോടു കൂടിയാണ് രാവിലെ നമ്മൾ മോർണിംഗ് വേവ്സ് ആരംഭിക്കുക. വേറൊന്നുമല്ല, ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ സംഘം എത്തി ഓൾറെഡി ഡൽഹിയിൽ ഇതാ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഓരോന്നായി വലിയ ആരാധകരുടെ ആർപ്പുവിളികൾക്ക് നടുവിലൂടെ ടീം ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിലാണ് ഡൽഹി വിമാനത്താവളത്തിലേക്ക് ഇന്ത്യൻ ടീം എത്തിയത്. ഇന്ന് നേരെ പ്രധാനമന്ത്രിക്കൊപ്പമുള്ള പ്രഭാത ഭക്ഷണം, അതിനുശേഷം മുംബൈയിൽ വലിയ സ്വീകരണം, റോഡ് ഷോ, അങ്ങനെ കാര്യമായി തന്നെ ഇന്ത്യൻ ടീമിന്റെ വിജയം അത് ആഘോഷിക്കുകയാണ് BCCIയും ക്രിക്കറ്റ് ആരാധകരും. ഡൽഹി വിമാനത്താവളത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം അംഗങ്ങൾ ഒന്നൊന്നായി ടീം ബസ്സിലേക്ക് കയറുന്നു. അവിടെ നിന്ന് ഇനി പ്രധാനമന്ത്രിയുമായുള്ള പ്രഭാത ഭക്ഷണത്തിനുള്ള യാത്രയപ്പാണ്. എന്നാൽ ഒരുപാട് ആരാധകർ ആ വേദിയിൽ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അതിരാവിലെ തന്നെ ടീം അംഗങ്ങളെ സ്വീകരിക്കാനായി. നൂറുകണക്കിന് ആരാധകരാണ് ഡൽഹിയിലെ വിമാനത്താവളത്തിലുള്ളത്. ലോകകപ്പുമായി എത്തിയ ഇന്ത്യൻ സംഘം ആ നേട്ടം നമുക്കറിയാം. 2011 വാങ്കഡെ സ്റ്റേഡിയത്തിലെ വിജയത്തിന് ശേഷം മറ്റൊരു ലോക കിരീടം സ്വന്തമാക്കിയ സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടികൾക്ക് പദ്ധതി ഇടുന്നുണ്ട് BCCI. മറൈൻ ഡ്രൈവിൽ നിന്ന് നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ ഒരു റോഡ് ഷോ അത് വളരെ ഭംഗിയായി നടത്താനുള്ള ആലോചനയിലാണ്. ഒരു ഓപ്പൺ ബസ്സിൽ തന്നെ ടീം അംഗങ്ങളുടെ വിജയാഘോഷം ഉണ്ടാകുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മെൻ ഇൻ ബ്ലൂ നീല നിറത്തിലുള്ള ബസ്സിൽ ട്രോഫിയുമായി നരിമാൻ പോയിന്റിലൂടെ മറൈൻ ഡ്രൈവിലൂടെ കടന്ന് വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തും. അങ്ങനെ ഒരുപാട് ആരാധകരെയും അവിടെ പ്രതീക്ഷിക്കുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ ടീമിനെ വരവേൽക്കുകയാണ് നാട്. വീര വരവേൽപ്പാണ് എന്നുള്ളതാണ് പ്രധാനം. ഒരുപാട് ആരാധകർ ഇന്ന് വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. രാവിലെ തന്നെ അവർ എത്തിയിരുന്നു. അവരുടെ ആവേശം നമുക്ക് പങ്കുവെക്കാം ഇതിനോടൊപ്പം തന്നെ. I am extremely happy. I think you can tell from our expressions that both of us are extremely happy and excited, and I just hope we get to see a glimpse of them. That is it. Yeah. I just hope that I get to see him for once. I saw him in the IPL match though previously, but right now I just wish to see him and I'll just cheer for him the loudest. 4 बजे इसने मुझे फोन कर दिया था, 8 बजे मुझे ऑफिस जाना है, पर मैं यहीं खड़ी हूँ इसके साथ अभी भी क्योंकि इसे देखना था और हम आ गए हैं. ये सोई नहीं है, मैं सो गई थी. लेकिन बुमराह 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 खुद बनाए ये मैंने विराट कोहली और रोहित शर्मा के स्केचेस. और वैसे तो मैं जम्मू से बट दिल्ली में रहता हूँ. अभी 4-4:30 बजे एयरपोर्ट आ गए थे. बस टीम इंडिया की एक झलक दिख जाए ट्रॉफी के साथ तो वही बहुत बड़ी बात होगी हमारे लिए. फाइनली जीती है ट्रॉफी. बहुत बड़ी बात है क्योंकि काफी साल के बाद जीते हैं ना, तो वो एक अलग फीलिंग आ रही है. जब पहले जीतते जा रहे थे तो आदत हो गई थी जीतने की, फिर बीच में ब्रेक लग गई, क्लोज आके हार रहे थे. अब फाइनली ट्रॉफी जीती है तो बहुत खुशी की बात है. We are proud of Team India team and we are all happy and waiting for Team India. So excited. मेरे पास शब्द नहीं बनाए गए. मैं सुबह से खड़ी हूँ यहाँ पे उनके लिए. यहाँ से वहाँ भाग रही हूँ, कहाँ से आएंगे कहाँ से नहीं आएंगे. तो कब से आए, 3 बजे से आगे खड़े हम लोग यहाँ पे. कब से फ्लाइट ट्रैक कर रहे, कहाँ पहुँचे. बहुत एक्साइटेड है सबके लिए. रोहित शर्मा, विराट कोहली, सूर्य भाई, सबके लिए बहुत एक्साइटेड हूँ, काफी एक्साइटेड हूँ. सुबह से खड़े हैं, वेट कर रहे हैं इंडियन टीम के लिए. And the minute I see them, I think I'm going to tell them, Team India will love you and we are so proud of you. Thank you for bringing the trophy back home. मैं बहुत ही ज्यादा खुश हूँ. एक्चुअली हम सब बहुत ज्यादा खुश हैं, इसलिए शायद इतनी देर से यहाँ पर हैं और एक्चुअली जस्ट वेट कर रहे हैं कि बस एक झलक ही दिख जाए, पर वो लोग दिख जाए क्योंकि उन्होंने हमारे देश को और मतलब पूरी कंट्री में इतनी अच्छी वो लेकर आए खुशी की लहर. मतलब वो जीते हैं तो उन्हें पता भी नहीं होगा कि उनके सिर्फ एक मैच जीतने से यहाँ पे लोग कितने खुश हैं. सो वेरी हैप्पी, प्राउड ऑफ देम एंड just I want to thank them that they won the World Cup. ലോകകപ്പ് നേട്ടത്തിൽ വിജയം അത് ആഘോഷിക്കുകയാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ. കാണാം വിരാട് കോഹ്ലി ബസ്സിനുള്ളിൽ, മറ്റു ടീം അംഗങ്ങൾ ഒന്നൊന്നായി ബസ്സിലേക്ക് എത്തുന്നു. എന്താണെങ്കിലും ഡൽഹി വിമാനത്താവളത്തിൽ നൂറുകണക്കിന് ആരാധകർ ചേർന്നുള്ള വലിയ വരവേൽപ്പാണ് നൽകിയത്. വളരെ ദൈർഘ്യമേറിയ യാത്രയാണ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ അവിടെ വെസ്റ്റ് ഇൻഡീസിൽ നിന്നുള്ള വരവ്. എന്താണെങ്കിലും യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷേ ക്ഷീണത്തിനപ്പുറം ഒരു ലോകകപ്പ് ജയിച്ചതിന്റെ ആവേശം കാണാം. വിരാട് കോഹ്ലിയുടെ കഴുത്തിൽ ലോകകപ്പ് മെഡൽ. KP അഭിലാഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. KP, വളരെ സന്തോഷമുള്ള ദൃശ്യങ്ങളാണ്. ദീർഘനാളത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ലോകകപ്പ് ജയിക്കുക എന്നുള്ളത്. ആ ലോകകപ്പ് നേട്ടത്തിന് ശേഷം ഇന്ത്യൻ ടീമംഗങ്ങൾ ജന്മനാട്ടിലെത്തുന്നു ആരാധകരുടെ ആരവങ്ങൾക്ക് നടുവിലേക്ക്. എന്തൊക്കെയാണ് ഇന്ന് ടീമിന്റെ പരിപാടികൾ?
എൽദോ, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. കാരണം ഇതാ ഇന്ത്യൻ ടീം ജന്മനാട്ടിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2024 2020 ലോകകപ്പുമായാണ് ആ സംഘം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത്. ഇങ്ങനെയൊരു കാഴ്ചയ്ക്ക് നമ്മൾ ദീർഘനാളായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പിനാണ് യഥാർത്ഥത്തിൽ ടീം ഇന്ത്യ വിരാമമിട്ടിരിക്കുന്നത്. അങ്ങനെ മറ്റൊരു രാജ്യത്ത്, നമുക്കറിയാമല്ലോ, മറ്റൊരു രാജ്യത്ത് നടന്ന മത്സരമാണ് എങ്കിൽ പോലും ആ രാജ്യത്ത് ആ മത്സരം തത്സമയം കാണുന്ന അതേ പ്രതീതിയിൽ തന്നെയായിരുന്നു ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ആ മത്സരത്തെ നോക്കിക്കണ്ടത്. ടെലിവിഷനിലൂടെ അടക്കം കോടിക്കണക്കിന് പേർ ഈ ക്രിക്കറ്റ് മത്സരം കണ്ടുവെങ്കിലും ആ വിജയശ്രീ ലാളിതരായി തിരികെ എത്തുന്ന ടീം ഇന്ത്യയെ കാത്ത് ഇപ്പോഴും ആ ലക്ഷക്കണക്കിന് ആരാധകർ തന്നെയാണ് ഉള്ളത്. ഇന്ന് ഒരു ദിവസം പൂർണ്ണമായും അത്തരത്തിൽ രാജ്യം ആഘോഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഈ ടീം ഇന്ത്യയെ വരവേൽക്കാൻ വേണ്ടി നടത്തിയിട്ടുമുള്ളത്. ഇപ്പോഴിതാ ടീം അംഗങ്ങൾ ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആണ് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 30-ാം തീയതി ടീം അംഗങ്ങൾ ഈ വിജയിച്ചതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ തിരികെ എത്തും എന്ന് തന്നെയായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. അപ്പോഴാണ് ബെറിൽ ചുഴലിക്കാറ്റ് വലിയ മാർഗ തടസ്സം ഉണ്ടാക്കിയത്. അങ്ങനെ ടീം അംഗങ്ങൾ ബാർബഡോസിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ന്യൂയോർക്കിലൂടെ ഇന്ത്യയിലേക്ക് എത്താനുള്ള ആ ഒരു വഴി അടയുകയും ചെയ്തു. അങ്ങനെ ആരാധകരുടെ ഒരു കാത്തിരിപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ അവസാനിക്കുന്നത് എന്ന് വേണം നമുക്ക് എൽദോ പറയാൻ. അത് തന്നെയാണ് നമുക്ക് ഈ വിമാനത്താവളത്തിലും പ്രകടമായത്. പ്രത്യേകിച്ച് എൽദോ, നേരത്തെ ഈ ആരാധകരുടെ പ്രതികരണമടക്കം അവർ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട താരങ്ങളെ എല്ലാവരെയും തന്നെ കാത്തിരിക്കുന്നു. അത് കിരീട നേട്ടവുമായി തിരികെ എത്തുന്ന താരങ്ങളെയാണ് കാത്തിരിക്കുന്നത്. അവരുടെ ആഹ്ലാദം അണപൊട്ടുന്ന നിമിഷം തന്നെയാണ്. ഇപ്പോൾ ടീം അംഗങ്ങൾ ഹോട്ടലിലേക്ക് ആണ്, ITC മൗര്യ ഹോട്ടലിലേക്ക് ആണ് ഇപ്പോൾ ടീം അംഗങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ടീം അംഗങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം ആയിരിക്കും പിന്നീട് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. രാവിലെ 9 മണിക്ക് ശേഷം ആണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ കിരീട നേട്ടം. അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ ടീം അംഗങ്ങളെ അഭിനന്ദിച്ച സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് പ്രധാനമന്ത്രി ഈ വിജയശ്രീ ലാളിതരായി തിരികെ എത്തിയ ടീം അംഗങ്ങളുമായി നേരിട്ട് സംവദിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് ഈ പ്രധാനമന്ത്രി ഈ ടീം അംഗങ്ങളുമായി ചെലവഴിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ആയിരിക്കും ഇന്നത്തെ പ്രഭാത ഭക്ഷണം എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ടീം അംഗങ്ങൾ മുംബൈയിലേക്ക് തിരിക്കും. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ആരാധകർ ഉള്ള ഇടമാണ് മുംബൈ എന്നത്. മുംബൈയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയ സ്വീകരണവും റോഡ് ഷോയും ഒക്കെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കുന്ന, എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരിമാൻ പോയിന്റ് ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ അടക്കം വലിയ സ്വീകരണ പരിപാടികൾ ആണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അവിടെ സ്റ്റേജ് ഷോ പോലെയുള്ള പെർഫോമൻസുകൾക്കും സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ആ വേദിയിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ ടീം അംഗങ്ങൾക്ക് സമ്മാനത്തുക കൈമാറുക എന്നുള്ളതാണ് BCCI അടക്കം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. റോഡ് ഷോയ്ക്ക് വേണ്ടി പ്രത്യേക വാഹനം അടക്കം ടീം അംഗങ്ങൾക്ക് സഞ്ചരിക്കാൻ തുറന്ന വാഹനം അടക്കം ഇപ്പോൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറൈൻ ഡ്രൈവിലൂടെ അടക്കം ആയിരിക്കും ഈ റോഡ് ഷോ കടന്നു പോവുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രിയപ്പെട്ട താരങ്ങൾ, ആ താരങ്ങളുടെ കളി മികവ് അത് ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണ് ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. എൽദോ, എനിക്ക് തോന്നുന്നു ആ ഫൈനൽ മത്സരത്തിന്റെ ഒരു ചിത്രമൊന്നും ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഓരോ ആരാധകർക്കും അവരുടേതായ ചില താരങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ എൽദോ. അങ്ങനെയുള്ള താരങ്ങൾ എല്ലാവരും തന്നെ മികവ് പുലർത്തിയ ഒരു ടീം വർക്കിന്റെ ഒരു പക്ഷെ കൈവിട്ടു പോകുമെന്ന് എല്ലാവരും ഒരു നിമിഷം പ്രതീക്ഷിച്ചിരുന്ന മത്സരമായിരുന്നു ഇന്ത്യ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ കിരീട നേട്ടം. അതായത് ഏതാണ്ട് 1.5 പതിറ്റാണ്ടായി നമുക്ക് കിരീട നേട്ടത്തിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കൂടി ഉള്ള ഒരു പോരാട്ടം, വിദേശ മണ്ണിൽ നടന്ന ഒരു ഫൈനൽ പോരാട്ടത്തിൽ ആണ് ടീം ഇന്ത്യ വിജയശ്രീ ലാളിതരായി എത്തുന്നത്. ഇത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമാകുന്ന മുഹൂർത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം, അതുമാത്രവുമല്ല എൽദോ, ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ടീം അംഗങ്ങൾക്ക് പുറമെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, മെഡിക്കൽ സംഘം, അങ്ങനെ 70 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘം ആണ് ഇപ്പോൾ ഡൽഹിയിൽ തിരികെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അവർക്ക് ഈ യാത്ര മുടങ്ങിയതിനെ തുടർന്ന് പ്രത്യേക വിമാനം തന്നെ എയർ ഇന്ത്യയുടെ പ്രത്യേക സജ്ജീകരിച്ച് നൽകുകയായിരുന്നു. ആ പ്രത്യേക വിമാനത്തിൽ ആണ് ഇപ്പോൾ സംഘാംഗങ്ങൾ തിരികെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്ന, അവർക്ക് വലിയ സ്വീകരണം ഒരുക്കാൻ ലഭിച്ച
അവസരമാണ്. അങ്ങനെ ഒരു ആഘോഷം, ഒരു ഉത്സവ അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ടീം ഇന്ത്യ എത്തുന്നത്. ഈ ഡൽഹിയിലെ വിമാനത്താവളത്തിൽ തന്നെ ടീം ഇന്ത്യ വരവേൽക്കാൻ നൂറുകണക്കിന് ആരാധകർ നേരത്തെ തന്നെ ഇന്ത്യൻ ടീം ഏതാണ്ട് 6:30 കൂടിയാണ് എത്തിയത്. അതിനുശേഷം മറ്റു നടപടികൾ എല്ലാം, ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് ചെക്കൗട്ട് നടത്തി പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ സമയത്ത് തന്നെ വലിയ തോതിൽ നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാൻ സാധിക്കുന്നു. ടീമിന്റെ വാഹനം പുറത്തേക്ക് പോകുമ്പോഴെല്ലാം ഇന്ത്യയുടെ പതാക ഉയർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ആഘോഷത്തിമിർപ്പിലാണ് ടീം. അങ്ങനെ ആഘോഷ അന്തരീക്ഷത്തിലാണ് ടീം ഇന്ത്യയുടെ മടങ്ങിവരവ്.